പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, പിന്നെ യേശു അപ്പം എടുത്തു വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. കർത്താവ് ഇതിൽ നിന്നും എനിക്ക് തരുന്നൊരു ദൂത്, ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന ഒത്തിരി ആൾക്കാരെ കർത്താവിനെ കാണിച്ചു തരുന്നുണ്ട്. ദാരിദ്ര്യാവസ്ഥ എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ട്, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ആൾക്കാർ. ചില ആളുകളുടെ അടുക്കള കർത്താവിനെ കാണിച്ചു തരുന്നു. ഒന്നുമില്ല, ഒരു സാധനവുമില്ല, അത്രമേൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ കർത്താവിനിക്ക് കാണിച്ചു തരുന്നു. ചില ആൾക്കാരെ കർത്താവിനിക്ക് കാണിച്ചു തരുന്നു. അവർ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും എങ്ങനെയൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞിട്ടും മറ്റുള്ളവരോട് യാചിച്ചിട്ടും ഒരു ജോലി കിട്ടാതെ വിഷമിക്കുന്ന ആൾക്കാരെ, പ്രത്യേകിച്ചും പുരുഷന്മാരെ കർത്താവിനെ കാണിച്ചു തരുന്നു. തമ്പുരാൻ പറയുന്നു, നിങ്ങളുടെ ആ ദാരിദ്ര്യ അവസ്ഥയ്ക്കും മേൽ, നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കത്തിന്മേൽ, സാമ്പത്തിക ഞെരുക്കം എന്ന് പറയുമ്പം കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന വ്യക്തികളെ കർത്താവിനെ കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടിന്മേൽ, ആ ഒരു ഞെരുക്കത്തിന്മേൽ വളരെയധികം സങ്കടപ്പെട്ട്, നിരാശപ്പെട്ട്, ദുഃഖിതനായി എന്ത് ചെയ്യും, ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കണ്ണീരൊഴുക്കുന്ന കുറച്ച് മനുഷ്യരെ, കുറച്ച് ആൾക്കാരെ, കുറച്ച് കുടുംബങ്ങളെ കർത്താവിനെ കാണിച്ചിരുന്നു. തമ്പുരാൻ പറയുന്നു, നിങ്ങളുടെ ദാരിദ്ര്യാവസ്ഥയിന്മേൽ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന്മേൽ, നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കത്തിന്മേൽ തമ്പുരാൻ വലിയൊരു അത്ഭുതം, വലിയൊരു മിറക്കിൾ, ഒരു വലിയ വിടുതൽ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ തിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു 12 കൊട്ട നിറച്ചെടുത്തു. ആമേൻ. കർത്താവ് പറയുന്നു, നിങ്ങൾ ഇന്നയോളം ഞെരുക്കത്തിലും കഷ്ടതയിലും എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തട്ടിയും മുട്ടിയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരവസ്ഥയായിരുന്നു. ആമേൻ. ഇന്നൊരു ജോലി കിട്ടും, അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടും, ആ പൈസ അന്ന് തന്നെ തീർന്നു പോകും. അതിൽ നിന്ന് 1 രൂപ പോലും നാളേക്കായി സമ്പാദിച്ച് വെക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരെ കർത്താവിലേക്ക് കാണിച്ചു തരുന്നു. മറ്റുള്ളവരോട്, എടാ ചേട്ടാ, എനിക്കൊരു ജോലി പിടിച്ചു തരാമോ, വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പം അവർ ഈ ചോദിക്കുന്ന ആളോട്, അവിടെയെങ്കിലും ജോലിയൊന്നുമില്ല, എനിക്കേ ഇല്ല, പിന്നല്ലേ നിനക്ക് ഞാൻ ജോലി പിടിച്ചു തരാൻ എന്ന് പറഞ്ഞ് നിരാശപ്പെടുത്തി സങ്കടപ്പെടുത്തി വിടുന്ന ആൾക്കാരുമുണ്ട്. കർത്താവ് പറയുന്നു, അവരുടെ മുന്നിൽ നിങ്ങൾക്കൊരു കഷ്ടത വരുമ്പോൾ അതിൽ പരിഹസിക്കുകയും നിങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നവർക്ക് മുമ്പിൽ ദൈവം തമ്പുരാൻ നിങ്ങളെ മാനിക്കാൻ പോവുക. ആമേൻ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമോ കഷ്ടതയോ കണ്ണുനീരോ ബുദ്ധിമുട്ടോ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി സമൃദ്ധമായി ജീവിക്കുന്ന വ്യക്തികൾ നിങ്ങളായിരിക്കുമെന്ന് കർത്താവ് അരുളിച്ചെന്നു. അതേ വാക്യത്തിൽ തന്നെ തമ്പുരാൻ പറയുന്നു, അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവൻ ആകുന്നു സത്യം എന്ന് പറഞ്ഞു. ഈ ദാരിദ്ര്യ അവസ്ഥയിലും നിങ്ങളുടെ കഷ്ടതയിലും കണ്ണുനീരിലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാൻ, എൻ്റെ കഷ്ടതയ്ക്ക് മേൽ ഒരു വിടുതൽ നൽകാൻ യേശുവല്ലേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവായ യേശുവല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞ് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാൻ പോവുകയാണെന്നും ആ ദൈവത്തെ എനിക്കും വേണമെന്ന് പറഞ്ഞ് ആ കർത്താവിൻ്റെ സന്നിധിയിൽ കയറി ചെന്ന് ആ ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ പോവുകയാണെന്നും തമ്പുരാൻ അരുളിച്ചെന്നു. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.